ചേട്ടാ എന്തു പറ്റി? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞോ? ചേട്ടാ ചേട്ടാ ഇപ്പൊ ഒട്ടും ഓക്കെ അല്ല. ഇപ്പൊ പുറത്തു പോണ്ട. എന്റെ കാര്യത്തിൽ ഇടപെടാൻ വന്നോണ്ടല്ലോ. നിന്റെ അടുത്ത് അന്നേ നമ്മൾ പറഞ്ഞല്ലേ ഈ ബന്ധം ശരിയാവില്ല. അത് ഇപ്പൊ കണ്ട. അപ്പോ അവനല്ലാതെ വേറെ ആരെയും നീ കല്യാണം കഴിക്കില്ല അല്ലേ? മോളെ, അവൻ സിനിമ എന്ന് പറഞ്ഞ് ചുമ്മാ നടക്കയില്ലേ. അവനെ വിശ്വസിച്ച് നീ എങ്ങനെ അവൻ്റെ കൂടെ ജീവിക്കും? സിനിമയിൽ എന്തൊക്കെയോ ആകണമെന്ന് പറഞ്ഞിട്ട് ലക്ഷക്കണക്കിന് ആൾക്കാർ നടക്കണുണ്ട്. അതിൽ 1 or 2 രക്ഷപ്പെട്ടാലായി. അമ്മ, ഉണ്ണിയേട്ടന് നല്ല ഐഡിയാസും കാലിബറൊക്കെ ഉണ്ട്. ആ പാഷനും ഹാർഡ് വർക്കൊക്കെ വെച്ച് ചേട്ടൻ വലിയൊരു പൊസിഷനിലെത്തുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഇതൊക്കെ പറയാൻ കൊള്ളാം. നാളെ സ്ഥിരം ജോലിയോ വരുമാനമോ ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ നിങ്ങൾ തന്നെ ഇതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കും. നീ അവളുടെ ഇനി കൂടുതലൊന്നും പറയണ്ട. അവളുടെ ജീവിതം എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവൾക്കുണ്ട്. പിന്നെ ഒരു കാര്യം, നിന്നെ ഇത്രയും കാലം നല്ല രീതിയിൽ പഠിപ്പിച്ച് ഞാൻ ഒരു നിലയിലെത്തിച്ച്, നാളെ നിങ്ങൾ രണ്ടുപേരും കൂടി പട്ടിണി അടയ്ക്കേണ്ട ഒരു അവസ്ഥ വന്നാലേ അവനെ കൂടി ചുമക്കാൻ എനിക്ക് വയ്യ. അതുകൊണ്ട് ഒന്നുകൂടി നല്ലോണം നീ ആലോചിക്കും. എന്നിട്ടും അവനെ തന്നെ കല്യാണം കഴിക്കണമെന്നാണെങ്കിൽ ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒരു സഹായവും കിട്ടുമെന്ന് പ്രതീക്ഷിക്കണ്ട. അപ്പൊ നീ എന്ത് പറഞ്ഞു? ഞാൻ എന്താ പറയാൻ, എല്ലാം കേട്ടോണ്ട് നിന്നു. എന്താ ആലോചിക്കുന്നത്? അല്ലടി, ഞാൻ ഈ സിനിമ എടുക്കാൻ വേണ്ടി 6 മാസം മുമ്പേ ജോലി റിസൈൻ ചെയ്തത്. ആ ജോലി എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്റെ വീട്ടിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ചേട്ടാ ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ. ഇപ്പം വലിയ പ്രശ്നമൊന്നും ആയിട്ടില്ല. നോക്കിക്കേ, എനിക്കാണെങ്കിൽ ഇപ്പം അത്യാവശ്യം നല്ലൊരു ജോലിയുണ്ട്, സാലറി ഉണ്ട്. ചേട്ടൻ ഒന്ന് സെറ്റ് ആവുന്നവരെ ഞാൻ എല്ലാം മാനേജ് ചെയ്തോളാം. നീ നോക്കിക്കോ, നെക്സ്റ്റ് ഇയറിനുള്ളിൽ എൻ്റെ സിനിമ ഞാൻ എടുത്തിരിക്കും. ഓക്കെ. ഇതൊക്കെ ഞാൻ ചെയ്തോളാം. വേണ്ട വേണ്ട, എനിക്കിതൊക്കെ അറിയാം. നീ ഇവിടെ ഓക്കെ ഉണ്ടോ അല്ലേ? ഇവിടെ ഇപ്പം എന്താ കുഴപ്പം? അതല്ല, നിന്നെ കല്യാണം കഴിച്ചുകൊണ്ട് ഈ വാടക വീട്ടിൽ വന്നിട്ട് നിന്റെ വീട്ടിലാണ് ഇത്രയും കഷ്ടപ്പാടൊന്നുമില്ലല്ലോ. ചുമ്മാ ഓവറാക്കല്ലേ. സ്ക്രിപ്റ്റ് എന്തായി? ചേട്ടാ ഒന്ന് സ്പീക്കറിലിടോ. ഹലോ. അതെ, നിങ്ങൾ വാടക ഫുള്ള് ഇട്ടിട്ടില്ലല്ലോ. ചേട്ടാ ഞാൻ പകുതി അയച്ചായിരുന്നല്ലോ, ബാക്കി നെക്സ്റ്റ് മന്ത്. അതൊന്നും ശരിയാവൂല. ചേട്ടാ ഞാൻ ബ്രോക്കറിൻ്റെ അടുത്ത് ആദ്യമേ പറഞ്ഞാണ് പകുതി ആദ്യം തരാം, പിന്നെ വാടക തരാന്ന്. അവ അങ്ങനെ പലതും പറയും. ചേട്ടാ ഞാൻ സെറ്റിൽ ചെയ്തോളാം. ചേട്ടാ ഇതിൽ ഫോൺ ചാർജിലിടും. പുതിയ താമസക്കാരനല്ലേ? എന്താ പേര്? ആര്യ. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ചേട്ടാ എന്തായി? പറഞ്ഞിട്ടുണ്ട്, ശരിയാവും തോന്നുന്നു. പിന്നെ ചേട്ടാ ഞാൻ പെട്രോളിന്റെ പൈസയുടെ കൂടെ ഫുഡിന്റെ പൈസയും കൂടെ ഇട്ടിട്ടുണ്ടേ. സമയത്തിന് വല്ലതും കഴിക്കണേ. ശരി. നീണ്ട 2 മണിക്കൂറത്തെ യാത്രയ്ക്ക് ശേഷം അയാൾ മലമുകളിലെത്തി. ആ മലയുടെ മുകളിൽ നിന്ന് ചാടണോ വേണ്ടയോ എന്നുള്ള ആ ചിന്തയിൽ അയാൾ ഇങ്ങനെ നിൽക്കുമ്പോൾ താഴെ നിന്നുള്ളൊരു
എടി ഞാൻ ഇന്ന് കഥ പറയാനാണ് പ്രൊഡ്യൂസറിനെ. ഓൺലൈനൊക്കെ ഇഷ്ടപ്പെട്ടു, പക്ഷെ മുഴുവൻ കഥ പറയുമ്പോൾ അതെങ്ങനെ വരും എന്നറിയില്ല. സാറൊന്ന് റിലാക്സ് ആവ്. എന്തായാലും പ്രൊഡ്യൂസറിൻ്റെ കഥ ഇഷ്ടപ്പെടും. അതുകൊണ്ട് കൂടുതൽ ടെൻഷനൊന്നും അടിക്കാതെ ധൈര്യമായിട്ട് പോയി പറ. പിന്നെ ഇന്നിങ്ങനെയല്ലേ പോകുന്നത്? ഇന്നൊരു വെറൈറ്റി പിടിച്ചാലോ? എന്ത് വെറൈറ്റി? ഹാപ്പി ആനിവേഴ്സറി. ഇന്നായിരുന്ന ഞാൻ ഈ ഓട്ടത്തിൽ നിന്ന് മറന്നു പിടി. അന്നും കുഴപ്പമില്ല, ഇഷ്ടമായ നോക്ക്. അടിപൊളി. എന്നാൽ ഇത് വേഗം ഇട്ടൊന്ന് റെഡി ആയിട്ട് വന്നേ, ഞാൻ നോക്കട്ടെ. എങ്ങനെയുണ്ട്? ശേ, അടിപൊളിയായിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് പ്രൊഫഷണലൊക്കെ ആയിട്ടുണ്ടല്ലേ? പിന്നല്ലേ, ഇപ്പൊ കണ്ട ചിലപ്പോൾ ഹീറോ ആക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓ പിന്നെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ധൈര്യമായിട്ട് പോയി കഥ പറഞ്ഞിട്ട്. ഇത്തവണ നമ്മൾ പിടിക്കണം, പരിപാടിയൊക്കെ ഉഷാറാക്കാം. ഞാൻ എന്തായാലും നാളെ വിളിക്കാം. എറണാകുളത്ത് വരുന്നുണ്ട്. ശരി ശരി, ഓക്കെ ഓക്കെ. ഇന്ന് കഥ പറയാൻ പോയിട്ടുണ്ടായി. നമ്മളെ കഥയൊക്കെ പ്രൊഡ്യൂസറിന് ഇഷ്ടപ്പെട്ടു. ആ ഇനി ആ ഡേറ്റൊക്കെ ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ പടം വന്നു. ശേ, അപ്പം എല്ലാം ഓക്കെ ആയില്ലേ? ആ അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ? ഞാൻ പ്രഗ്നൻ്റ് ആണ്. എന്തുപറ്റി? അല്ല, ഇപ്പം ഈ സിറ്റുവേഷനിലൊരു കുഞ്ഞൊക്കെ ആയ എന്താ? അല്ലടി, ഇപ്പോഴല്ലേ ഈ സിനിമയൊക്കെ. അതെന്താ, സിനിമയിലുള്ളവർക്കൊന്നും കൊച്ചായിക്കൂടെ? ചേട്ടാ, ഇപ്പം തന്നെ കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. അപ്പോൾ ഇതെങ്ങനെ നേരത്തെ ആയെന്ന് പറയാൻ പറ്റും? ഇതറിഞ്ഞപ്പോൾ ഞാൻ എത്ര ഹാപ്പി ആയിരുന്നു എന്നറിയോ. പക്ഷെ ചേട്ടൻ പറ, ഞാൻ എന്താ ചെയ്യണ്ടേ? അല്ലെങ്കിൽ നമുക്കിതിനെ... എടി, ഞാൻ ഉദ്ദേശത്തിൽ പറഞ്ഞൊന്നുമല്ല. ഇനി ഇവിടെ എന്ത് സംഭവിച്ചാലും നമ്മളീ കുഞ്ഞിനെ വളർത്തും. എടി, എനിക്ക് ആകെയുള്ളൊരു ടെൻഷനെ ഈ ഓട്ടത്തിനിടയിൽ നിന്നെ വേണ്ടത്ര ശ്രദ്ധിക്കാൻ പറ്റുമെന്നുള്ളതാണ്. അതൊക്കെ ഞാൻ നോക്കിക്കോളാം, ടെൻഷൻ ആവല്ലേ. അമ്മ ഇതാ മോളിരിക്കും. ഉണ്ണി എവിടെ പോണേ? ചേട്ടൻ ഒരു ആഡ് ഷൂട്ടായിട്ട് ഒരാഴ്ചയായിട്ട് കൊച്ചിയില്ല. 2 ദിവസം കഴിയുമ്പോൾ വരും. അപ്പോൾ ഒരാഴ്ചയായിട്ട് ഇനി ഇവിടെ തനിച്ചാണോ? അല്ലമ്മ, ഇവിടെ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. നീ അച്ഛൻ വരാത്തെന്ന് ചോദിച്ചില്ലേ? അച്ഛൻ കൂടെ വന്നാൽ അവിടുത്തെ കാര്യങ്ങൾ നടക്കൂലെന്ന് അമ്മ പറയുന്നത്. അമ്മയ്ക്ക് അവിടെ ഓക്കെ ഇല്ലേടി? കിടന്നായിരുന്നോ? ചേട്ടാ, അവൻ്റെ കയ്യിൽ പൈസ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ മോളെ ഇവിടെ അടുത്തുള്ള ചെറിയ ഹോസ്പിറ്റലിലാണ് കാണിക്കുന്നത്. ഈ പാതിരാത്രി എൻ്റെ അടുത്ത് എന്തിനാണ് ഇതൊക്കെ വിളിച്ച് പറയണത്? അല്ല ഏട്ടാ, നമുക്ക് നമ്മുടെ അടുത്തുള്ള ആ SK ഹോസ്പിറ്റലിലോട്ട് കാണിച്ചാലോ? അവിടെയാണെങ്കിൽ നല്ല കെയറും കിട്ടും. ഇവിടെയാണെങ്കിൽ അവിടെ തന്നെ എല്ലാം നോക്കുകയും വേണം. നമുക്കേ നമ്മുടെ മോളെ നമ്മുടെ വീട്ടിൽ വിളിച്ചോണ്ട് പോയാലോ? എടി, ഞാൻ ഒരു കാര്യം പറയാം. നീ ഗർഭിണിയായിരുന്നപ്പോൾ നിന്റെ അച്ഛനൊന്നും അല്ലല്ലോ കാര്യങ്ങളൊക്കെ നോക്കിയത്, ഞാൻ തന്നെയല്ലേ? അതുപോലെ അവരുടെ കാര്യം നോക്കാൻ അവർക്കറിയാം. പിന്നെ നീ ഇപ്പോൾ അവിടെ പോയത് നിന്റെ മോളെ ഒന്ന് കാണാനും അവളെ കൂടെ 5-6 ദിവസം നിൽക്കാനും വേണ്ടി മാത്രമാണ്. ഇത് അവൾ തിരഞ്ഞെടുത്ത ജീവിതമാണ്. അതുകൊണ്ട് അവിടെ അതില്ല ഇതില്ല എന്ന് പറഞ്ഞ് എന്നെ വിളിക്കണ്ട, മനസ്സിലായല്ലോ? കേട്ട് എന്നിട്ട് കുറേ ഡേക്ക് പോയാ? അതുകൊണ്ടല്ലേ ഇത്ര ലേറ്റായത്. അല്ല, നീ കിടക്കണില്ലേ? ഇന്ന് ഓവർ ടൈം ഉണ്ട്, കുറേ വർക്ക് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. ചേട്ടനെ കിടന്നോ, നല്ല ടയേർഡായിരിക്കൂലേ? നീ എന്തിനാടി ഓവർ ടൈമൊക്കെ ചെയ്യാൻ പോണേ? അകത്ത് ഒരാളും കൂടെ ഉള്ളതാ, നിനക്ക് ഓർമ്മ വേണം.
ഉഫ്, അതൊക്കെ ഓർമ്മയുണ്ട്. ചേട്ടൻ കിടന്നു. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. ആഹാ, എത്തിയാ? ഞാനേ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്, പോയി കഴിക്കും. പിന്നെ കഴിക്കാന്നേ. കളിച്ചുകൊണ്ടിരിക്കല്ലേ, എനിക്കാണെങ്കിൽ സമയമായി പോകും. നില്ല്. മോളെ, ആ അമ്മ, വേസ്റ്റ് എടുക്കുന്നതിന് പൈസ വാങ്ങിക്കാൻ ആൾ വന്നിട്ടുണ്ടേ. അത് ഞാൻ കൊടുത്തേക്കാം അമ്മ. ഇറങ്ങട്ടെ. അമ്മ ഞാൻ പോയിട്ട് വരാം. അമ്മ ഫുഡ് കഴിച്ചായിരുന്നോ? ആ, എന്താ മോനെ, ജീവിതകാലം മുഴുവൻ നിനക്ക് ഇങ്ങനെ പോകാനാണോ പ്ലാൻ? ഇല്ല, അങ്ങനെയല്ല അമ്മ. ഇപ്പം എല്ലാം ശരിയായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ആഴ്ച കാസ്റ്റിംഗ് എല്ലാം കംപ്ലീറ്റ് ആയി. ഇനി പ്രീ പ്രൊഡക്ഷൻ വർക്കിന് എറണാകുളം പോകേണ്ടി വരും. നീ ഈ സിനിമയല്ലാതെ എൻ്റെ മോളെ പറ്റി എപ്പോഴെങ്കിലും ആലോചിക്കണുണ്ടോ? ഒരു പെണ്ണിന് അവളുടെ ഭർത്താവ് എപ്പോഴും കൂടെ വേണമെന്ന് തോന്നുന്ന സമയമാണ് ഇത്. അതുപോലെ നീ നേരെ ചെയ്യണില്ല. ഈ അവസ്ഥയിൽ അവൾ ജോലിക്ക് പോകണോണ്ട് ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും നടക്കണുണ്ട്. അവൾക്കൊരു എമർജൻസി വന്നാൽ നീ എന്ത് ചെയ്യും? അതൊക്കെ പോട്ട്, നാളെ അവളുടെ സ്കാനിങ് ആണ്. അതിന് എത്ര രൂപയാകുന്നെങ്കിലും നിനക്കറിയാവോ? അതുകൊണ്ട് നീ ഇനിയെങ്കിലും ഒന്ന് മനസ്സിലാക്ക്. പൈസയ്ക്ക് പൈസ തന്നെ വേണം, അല്ലാതെ ഇത് വെച്ച് ഒന്നും നേടാൻ പറ്റൂല. ഹലോ സാർ, പറയണം സാർ. താൻ ഈ സ്റ്റോറി വേറെ ആയിരത്തിലും പറഞ്ഞായിരുന്നോ? സാറിൻ്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് ഞാൻ ഒരിക്കൽ പുള്ളിയോട് പറയായിരുന്നു. ബെസ്റ്റ്. ഇനി ഈ പ്രോജക്റ്റ് നടക്കും തോന്നുന്നില്ല. താൻ വെറുതെ എന്നോട് ശല്യപ്പെടുത്തരുത് കേട്ടല്ലോ. അത് സാർ അങ്ങനെ പറയില്ല സാർ. സാർ, സിനിമയാണ് എൻ്റെ ജീവിതം. സാർ, ഞാൻ ഇത്ര നാൾ കഷ്ടപ്പെട്ട് ഞാൻ അതിന് വേണ്ടിയിട്ടാണ് സാർ. പ്ലീസ് സാർ. അഭിലാഷേ, ചതിയാ, ഇറങ്ങി വേടാ. എന്തോടെ വീട്ടിൽ കയറുന്നത് ബഹളം ഉണ്ടാക്കുന്നത്? താൻ്റെ പ്രൊഡ്യൂസറിനെ വിളിച്ച് എൻ്റെ പടം ഡ്രോപ്പ് ചെയ്യാൻ പറയല്ലേ? ഇവിടെ ഒരു വർഷം മുമ്പ് ഞാൻ ഇവിടെ വന്ന് കഥ പറഞ്ഞപ്പോൾ തനിക്ക് ആദ്യം ഇഷ്ടപ്പെട്ടു. എന്നിട്ട് താൻ ഓരോരോ ന്യായങ്ങൾ പറഞ്ഞ് എന്നെ അതിൽ നിന്ന് ഒഴിവാക്കി. എന്നിട്ട് അതേ കഥയെടുത്ത് ഇപ്പോൾ വേറെ ഡയറക്ടർ വെച്ച് അത് ചെയ്യുകയാണല്ലേ? എടോ, ഒരു വരി കഥയൊക്കെ ആരുടെ മനസ്സിലും വരും. ഐഡിയ സാറിൻ്റെ എയർ അത് സ്ക്രീനിൽ എത്തിക്കുമ്പോഴേ സിനിമയാവും. അതിന് പണം വേണം, പവർ വേണം, പരിചയസമ്പന്നരായ ആളുകൾ വേണം. അല്ലാതെ നിന്നെപ്പോലെ ഇന്നലെ വന്നതിൻ്റെ കോടുകൾ എന്നിട്ട് റിസ്ക് എടുക്കാനേ എനിക്ക് പറ്റില്ല. എൻ്റെ കഥ മോഷിച്ച് കൂടുതൽ ന്യായമൊന്നും പറയില്ല ഏട്ടാ. ആര് മോടിച്ചോ? എടാ, നിന്റെ കഥ ഞാൻ മോട്ടിച്ചെന്ന് പറഞ്ഞ് ഇവിടെ ആര് വിശ്വസിക്കൂടാ? അല്ല, ഇത് നിന്റെ കഥയെന്ന് തെളിയിക്കുക എന്ത് കോപ്പാ നിന്റെ ഉള്ളത്? എടാ, നിന്നെപ്പോലെ 100 പേര് ഇവിടെ ദിവസം കയറി ഇറങ്ങുന്നതാടാ. എൻ്റെ ജീവിതമാണ് നീ ഇല്ലാതാക്കിയത്. ഞാൻ എത്ര കഷ്ടപ്പെട്ട് എഴുതിയ കഥയെന്നറിയോ? ഏതായാലും നീ എൻ്റെ കഥ വെച്ച് സിനിമ ഉണ്ടാക്കില്ല. സമ്മതിക്കൂടാ. വിനോദ്, അതെ സാറേ. തന്നെ ഞാൻ വെറുതെ പറഞ്ഞോ? എൻ്റെ ജീവിതം താ തുടച്ചേ. എടാ, നിനക്ക് ഇപ്പോഴും എന്നെ മനസ്സിലായിട്ടില്ല. നിന്റെ കഥ വെച്ച് ഞാൻ സിനിമയെടുക്കും, അത് 100 തിയേറ്ററിൽ റിലീസും ചെയ്യും. പക്ഷെ നീ ഉണ്ടല്ലോ, ഇനി മേലെ നീ ഇൻഡസ്ട്രി സിനിമ എടുക്കത്തില്ല. നിന്റെ കരിയർ തീർന്നടാ. നോട്ടമുണ്ടോ? സത്യം നടന്നപ്പോൾ പൂച്ചൊരു വാല് കിട്ടും. കൊള്ളാമോ? ഇതുപോലെ അച്ഛൻ്റെ സിനിമയും വരും. അപ്പം നമുക്ക് കാണാൻ പോവാമേ. ആഹാ, രണ്ടും കൂടെ സിനിമ കണ്ടുകൊണ്ടിരിക്കുകയാണോ? ചേട്ടൻ പ്രൊഡ്യൂസറിനെ കാണാൻ പോകണമെന്ന് പറഞ്ഞില്ലേ? അയ്യോ, ഇത്ര സമയമായല്ലേ? അല്ലെങ്കിൽ സിനിമ കണ്ടുകൊണ്ടിരുന്ന സമയം പോണ അറിയില്ലല്ലോ. വാ വാ, അച്ഛൻ റെഡി ആവട്ടെ. ശരി, ഇപ്പോൾ വൈകുന്നേരം.
ഞാൻ ഇന്ന് വരാൻ ലേറ്റ് ആവേ. പിന്നെ മോളുടെ നേസൽ സ്പ്രേ തീർന്ന് ആ പഴയ ബോർഡിൽ ആ കബോർഡിൽ ഇരിപ്പുണ്ട്. അത് നോക്കി ഒന്ന് മേടിച്ചാൽ മതി. ഞാൻ പൈസ TV സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. ഇന്നെൻ്റെ ലൈഫിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസമായിരുന്നു. ഒരമ്മയാകാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ എനിക്ക് സന്തോഷത്തിനേക്കാൾ കൂടുതൽ പേടിയായിരുന്നു. കാരണം ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ ഒരു കുഞ്ഞുകൂടെ വന്നാൽ എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റുമോ? പ്രഗ്നൻ്റ് ആണെന്ന് ചേട്ടനോട് പറഞ്ഞപ്പോൾ ചേട്ടൻ്റെ മുഖം ഞാൻ ശ്രദ്ധിച്ചു. അതാണ് എന്നെ കൂടുതൽ ഡൗൺ ആക്കിയത്. പക്ഷെ ഞാനത് പുറത്ത് കാണിച്ചില്ല. ചേട്ടനൊന്ന് ചേർത്ത് പിടിച്ച് നമ്മുടെ കുഞ്ഞ് വന്നില്ല, ഇനി എല്ലാം ശരിയാവുമെന്നാണ് ആദ്യം പറഞ്ഞിരുന്നെങ്കിൽ ഞാനൊന്ന് ഓക്കെ ആയനെ. എന്തോ ചേട്ടന് പ്രൊഡ്യൂസറിനെ കിട്ടിയെന്ന് പറഞ്ഞിട്ടും എനിക്ക് മുഴുവനായിട്ട് അങ്ങ് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ഇന്ന് സ്കാനിങ്ങിൻ്റെ ദിവസമായിരുന്നു. സാധാരണ ചേട്ടൻ കൊച്ചിയിൽ നിൽക്കുമ്പോൾ സിനിമയുടെ തിരക്ക് കാരണം ഇതൊക്കെ വിട്ടുപോകുന്നതാണ്. പക്ഷേ ചേട്ടൻ്റെ കോള് വന്നപ്പോൾ ഞാൻ ഹാപ്പിയായി. ഞാൻ വിളിച്ചതേ, എനിക്കൊരു 10,000 രൂപ ഒരു ഈ കാസ്റ്റിങ്ങിൽ കുറച്ച് ഡിലേ ഉണ്ട് കേട്ടോ. അത് കാരണം 1 മാസം കൂടി ഇവിടെ നിൽക്കേണ്ടി വരും. അവസാനം ഞാനിന്ന് മാല പണയം വെച്ചാൽ പൈസ അയച്ചു കൊടുത്തത്. ഡെലിവറിക്ക് ഇനി 2 ആഴ്ച കൂടെ ഉള്ളൂ. ചേട്ടൻ ഇപ്പോൾ വന്ന് എന്നോടൊന്നും സംസാരിക്കാറുകൂടെ ഇല്ല. എനിക്കെല്ലാം കൂടെ ആലോചിച്ചിട്ട് ഭ്രാന്ത് പിടിക്കുക. ആ പ്രൊഡ്യൂസർ ചതിച്ചെന്ന് പറഞ്ഞ് ഇപ്പം ഏകദേശം 3 മാസമായി ചേട്ടൻ പേപ്പർ എടുത്ത് എന്തെങ്കിലും ഒന്ന് എഴുതിയിട്ട്. ഞാനും എൻ്റെ കുഞ്ഞും ഏത് അവസ്ഥയിലാണെന്ന് പോലും ഓർക്കാതെ ഇങ്ങനെ വെറുതെ ചത്തുകൊത്തിയിരുന്നിട്ട് എന്ത് കാര്യം? മോൾക്ക് നല്ല പനിയായതുകൊണ്ട് ഇന്നലെ ഓവർ ടൈം ചെയ്തിട്ടും വർക്ക് കംപ്ലീറ്റ് ആയില്ല. ഞാൻ അടുത്ത വീട്ടിലെ ചേച്ചിയെ നോക്കാൻ ഏൽപ്പിച്ചിട്ടാണ് ഓഫീസിൽ പോയത്. എൻ്റെ മോൾക്ക് വേണ്ടി പോലും ഒരു ദിവസം ലീവ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ കിടന്ന് ഓടിയിട്ട് എന്ത് കാര്യം? മോളെക്കുറിച്ച് ആലോചിച്ച് എനിക്ക് ഓഫീസിൽ നേരെ വർക്ക് ചെയ്യാൻ പറ്റിയില്ല. ഇത്രയൊക്കെ നടന്നിട്ടും ഞാൻ ചേട്ടനോടൊന്നും പറയാതിരുന്നത് എന്നെങ്കിലും ചേട്ടൻ ആഗ്രഹിക്കുന്ന ഒരു പൊസിഷനിൽ എത്തിക്കാണാൻ വേണ്ടിയിട്ട്. ആടാ ഉണ്ണി, നീ പറഞ്ഞ സബ്ജക്റ്റ് കൊള്ളാം കേട്ടോ. അതങ്ങ് സിനിമയാക്കിയല്ല, നീ എന്നാ ഡയറക്റ്റ് ചെയ്യും. ഞാനേ നമ്മുടെ ആക്ടർ വിനോദ് ഭാസ്കറിന്റെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടുണ്ട്. അപ്പൊ നീ ഒരു കാര്യം ചെയ്യും, നാളെ പോയി അങ്ങനെ മീറ്റ് ചെയ്യും. നാളെ തന്നെ പോണേ. ഓക്കേടാ, ഓക്കെ, ശരി, ബൈ.
ഒരു സിനിമ വിജയിക്കുമ്പോൾ അതിലെ നായകനെയും ഡയറക്ടറെയൊക്കെ നമ്മൾ ആഘോഷിക്കും. എന്നാൽ ഒരിക്കലും ക്യാമറയുടെ മുമ്പിലോ ലൈം ലൈറ്റിലോ വരാതെ ആരും അറിയാതെ പോകുന്ന ചിലരുണ്ട്. നമ്മുടെ കുടുംബം പല വേദനകളും പ്രതിസന്ധികളും മറികടന്ന് പങ്കാളിയുടെ സ്വപ്നത്തെ സ്വന്തം സ്വപ്നമായി കണ്ട് അത് റിയാലിറ്റി ആകാൻ വേണ്ടി കട്ടയ്ക്ക് കൂടെ നിന്ന് ഓരോരുത്തർക്കും ഈ വീഡിയോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യും. സിനിമയൊക്കെ പോലെ വളരെ അൺസർട്ടനായ നാളെ എന്താകുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത മേഖലകളിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഇത്ര മാത്രമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങൾക്ക് വേണ്ടി ഗോ ത്രൂ ചെയ്യുന്ന സ്ട്രഗിൾസ് ഒരിക്കലും നിങ്ങൾ കാണാതെ പോകരുത്. അവർക്ക് ഏറ്റവും ആവശ്യമുള്ള സമയങ്ങളിൽ അവർക്ക് ഇമോഷണൽ സപ്പോർട്ടായി നിങ്ങൾ ഉറപ്പായും കൂടെ ഉണ്ടാകും. കാരണം നാളെ ചിലപ്പോൾ ഈ ലോകം മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി കൈയടിച്ചേക്കും. പക്ഷേ നിങ്ങൾ ആരും അല്ലാതിരുന്നപ്പോൾ നിങ്ങളുടെ കഴിവിനെ പൂർണ്ണമായി വിശ്വസിച്ച് നിങ്ങളെ ചേർത്ത് പിടിച്ച് അവർ തന്നെയാണ് നിങ്ങളുടെ യഥാർത്ഥ ഹീറോസ്. എല്ലാവർക്കും ഒത്തിരി സന്തോഷം നേർന്നുകൊണ്ട് താങ്ക് യു. പങ്കാളികൾ പരസ്പരം മനസ്സിലാക്കുകയും സപ്പോർട്ട് ചെയ്യുമ്പോഴുമാണ് ഒരു റിലേഷൻഷിപ്പ് സക്സസ്ഫുൾ ആവുന്നത്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബെറ്റർ ആക്കാൻ ഇത്തരം വീഡിയോ സഹായിക്കുന്നുണ്ടെങ്കിൽ SK ടോക്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, SK ടോക്സിൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക. താങ്ക് യു. ഉയർന്ന നിലവാരമുള്ള നിലക്കടല എണ്ണ, മന്ത്ര ഗ്രൗണ്ട്നട്ട് ഓയിൽ, ഇതേ നൽകുന്നു.